പ്രിയപ്പെട്ട എല്ലാ ശാലോം പ്രേക്ഷകരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ പരിചിന്തന വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പരിചിന്തന വിഷയം പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 1-ാം വാക്യമാണ്. അന്നെന്ന പോലെ ഇന്നും വളരെ പ്രസക്തമായ ഒരു കാര്യം. അത് ഞാൻ വായിക്കുകയാണ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷി നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു വചനമാണ്, അല്ലെ 1-2 വചനങ്ങളാണ് വായിച്ചത്. ഇതിന് കാലികമായ എന്തൊരു പ്രസക്തിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. വ്യാജവാർത്തയും അഴിമതിയും കോഴയുമെല്ലാം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പുറപ്പാടിൻ്റെ പുസ്തകം നമ്മൾ വായിച്ച 23-ാം അധ്യായം തന്നെ 8-ാം വാക്യം തുടങ്ങുന്നത്, കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വ്യാജവാർത്തയെക്കുറിച്ചാണ്. ഇന്ന് വ്യാജവാർത്ത എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. ഏത് വാർത്തയാണ് വ്യാജം, ഏതാണ് അല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടി, അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകൾ മത്സരിച്ച് തുടങ്ങിയതോടുകൂടി, വാർത്താ ചാനലുകൾ പ്രത്യേകിച്ച്, ഓരോ മതവും ഓരോ സംഘടനയും ഓരോ സമുദായവും പാർട്ടിയുമെല്ലാം പത്രങ്ങൾ തുടങ്ങി. അതിലൂടെയും വരുന്ന വാർത്തകൾ, ഒരു വാർത്ത തന്നെ പല ചാനലുകളിലും പല പത്രങ്ങളിലും പല സമൂഹ മാധ്യമത്തിലും വരുന്നത് പല രീതിയിലാണ്. വാസ്തവത്തിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ ആയിരക്കണക്കിന് വർഷം മുമ്പ് എഴുതിയ പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ഇത് പറയണമെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന പ്രകൃതി തന്നെയാണ് ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക, നുണ പറയുക എന്നുള്ളത്. ഭൂരിപക്ഷം എവിടെയാണോ അവരോട് ചേർന്ന് തിന്മ ചെയ്യുക, പിന്നെ അതുപോലെ നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം കൊടുക്കുക, വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. നമ്മൾ വിചാരിക്കും ദരിദ്രനെ പ്രത്യേകിച്ച് പരിഗണിക്കണ്ടേ, വേണം. പക്ഷേ സത്യത്തിൻ്റെ കാര്യം വരുമ്പോൾ പാടില്ല. നീ ഒരു സാക്ഷ്യം പറയാൻ പോകുമ്പോൾ സത്യം മാത്രമേ പറയാവുള്ളൂ. അത് ദരിദ്രനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെ ആവാം. ഏതാണോ സത്യം അത് പറയുക. സത്യം പറയുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ആരോടും പരിഗണനയൊന്നും വേണ്ട. അല്ലെങ്കിൽ ദരിദ്രനെ സഹായിക്കാനായി നുണ പറയാമെന്ന് കരുതണ്ട. അത് വചനം തന്നെ പറയുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കൽ. ഇന്ന് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വലിയ വ്യവസായ സംരംഭങ്ങളാണ്. നമുക്കറിയാം, ഒരു വ്യവസായ സംരംഭം എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാനാണ്. ചിലപ്പോഴൊക്കെ ഭരണത്തിലുള്ള സർക്കാരുകളെ സ്വാധീനിക്കാനുമൊക്കെ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ചെന്ന് വരും. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, പത്രങ്ങൾ, TV ഒക്കെ തുടങ്ങിയവ. കാരണം എന്താണ്? ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ നടപടിയെടുക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചാനലിലൂടെ, ഒരു പത്രത്തിലൂടെയൊക്കെ അവർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ആ പ്രക്രിയ തടസ്സപ്പെടുത്താൻ പറ്റും.
ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മറ്റേതൊരു വ്യവസായത്തെയും പോലെ ഒരു വ്യവസായമായി മാറി. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഈ ന്യൂസ് ചാനലുകൾ പോലെയുള്ളതാണ്. ഒരു പ്രോഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണിപ്പോൾ വാർത്ത എന്ന് പറയുന്നത്. നമ്മൾ പ്രേക്ഷകർ, ആളുകൾ, ജനങ്ങൾ സത്യാവസ്ഥ, ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വാർത്തകൾ കാണുന്നതോ വായിക്കുന്നതോ ഒക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് സത്യമായ, വസ്തുനിഷ്ഠമായ വാർത്തകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് വസ്തുനിഷ്ഠമായ വാർത്തകൾ നമുക്ക് അധികമൊന്നും കിട്ടുന്നില്ല. ഇന്ന് കിട്ടുന്നത് പലപ്പോഴും ഒരു വാർത്ത അവലോകനം ഒക്കെയാണ്. അതായത് സംഭവിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലായ രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ താല്പര്യം സംരക്ഷിക്കത്തക്ക രീതിയിൽ ഞാൻ അങ്ങ് അവതരിപ്പിക്കുന്നു. അത്തരത്തിലുള്ളതാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു പരിധിവരെ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള അവലോകനങ്ങൾ പ്രതീക്ഷിക്കണം. എങ്കിൽ പോലും മനഃപൂർവ്വം അതിനെ വളച്ചൊടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ വ്യാജ വാർത്ത തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഏതൊരു മാധ്യമ സ്ഥാപനവും ഒരു വ്യവസായ സ്ഥാപനമാണ്. വ്യവസായ സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു ഉൽപ്പന്നമുണ്ടാകും. കാറുണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഉൽപ്പന്നം കാറായിരിക്കും. ഈ കാറ് വിറ്റ് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ പരമാവധി കാറ് വിൽക്കണം. കാറ് വിൽക്കണമെങ്കിൽ എന്ത് വേണം? അത് വാങ്ങണം. വാങ്ങണമെങ്കിൽ വാങ്ങുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഒരുപക്ഷെ നല്ല കാറ് വില കുറച്ച് ഒക്കെ കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഈ വ്യവസായ സംരംഭകൻ എന്ത് ചെയ്യും? ഈ ലാഭത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനും അയാൾ ഇല്ലാതാക്കും. കാരണം അവർക്ക് പണമാണ് പ്രധാനം. ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ വാർത്തകളെ ഉൽപ്പന്നങ്ങളായി കാണുമ്പോൾ അതിലുള്ള അപകടം നമ്മൾ തിരിച്ചറിയണ്ടേ? ആളുകൾക്ക് ഏത് തരം ഉൽപ്പന്നങ്ങളായിരിക്കും ഇഷ്ടം? തീർച്ചയായിട്ടും മനുഷ്യൻ തിന്മയിലേക്ക് ചായ്വുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു ജീവിയാണ്. അതുകൊണ്ട് അവനെ ഇക്കിളിപ്പെടുത്തുന്ന, ഇഷ്ടപ്പെടുത്തുന്ന വാർത്തകൾ അവൻ കൂടുതലായിട്ട് കണ്ടിരിക്കും, അത് വായിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ വാർത്തകളെ അവനിലേക്ക് എത്തിക്കുക, അങ്ങനെ തങ്ങളുടെ മാധ്യമ വ്യവസായ സംരംഭങ്ങൾ ലാഭകരമാക്കുക. കാരണം കൂടുതൽ ആളുകൾ കണ്ടെങ്കിലേ പരസ്യക്കാർ പരസ്യം കൊടുക്കുകയുള്ളൂ. അപ്പോൾ പരസ്യം കൊടുക്കണമെങ്കിൽ കൂടുതൽ ആൾ കാണണം. കൂടുതൽ ആൾ കാണണമെങ്കിൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകൾ കൊടുക്കണം, അല്ലെ ഉൽപ്പന്നം കൊടുക്കണം. സാമാന്യഗതി നമുക്കറിയാം, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ സഭാ നേതൃത്വത്തെ കുറ്റം പറയുന്നത് കേട്ടിരിക്കാനൊരു രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിഷ്ടപ്പെടുന്ന ഒരു ജനം, ഒരു പ്രേക്ഷക സമൂഹം ഉണ്ട് എന്ന് മാധ്യമങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ടും അവരുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ചമയ്ക്കും. കുറേയൊക്കെ സത്യം ഉണ്ടാകാം, പക്ഷേ പൊടിപ്പും തൊങ്ങലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോഴിങ്ങനെയുള്ള ഈ ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ അഡീഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു കാർഷിക ഉൽപ്പന്നം വെറുതെ വിൽക്കുന്നത് അത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റായി വിൽക്കുന്ന വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് കശുവണ്ടി എടുക്കുക. കശുവണ്ടി നമ്മൾ കശുമാവിൽ നിന്ന് പറിക്കുന്ന പാടെ ആ രീതിയിൽ വിൽക്കുമ്പോൾ നമുക്കതിന് കുറച്ച് വില കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളത് നമ്മുടെ തന്നെ ഒരു ഫാക്ടറിയിൽ ചുട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ഉപ്പൊക്കെ ഒഴിച്ച് വറുത്ത് നല്ല ഭംഗിയായി പാക്ക് ചെയ്ത് ഒക്കെ നമുക്ക് ഈ കയറ്റുമതി ചെയ്യാവുന്ന രീതിയിലാക്കാം. അതിന് വാല്യൂ അഡീഷൻ എന്ന് പറയും. അപ്പോൾ അതിന് കൂടുതൽ ആൾക്കാരുണ്ടാകും. കാശ് കൂടുതൽ കൊടുത്താലും ആളുകൾ അത് വാങ്ങിക്കും, കാരണം നല്ലതാണെന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ ആ കശുവണ്ടി വെറുതെ ഇങ്ങനെ അടുപ്പിലിട്ട് തല്ലി പൊട്ടിച്ച് വലിയ കാര്യമായിട്ടൊന്നും വൃത്തിയാക്കാതെ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് വിൽക്കാൻ വെച്ചാൽ ആദ്യം പറഞ്ഞതിൻ്റെ പകുതി വില പോലും കിട്ടിയല്ല. നമുക്കറിയാം, ഇവിടെ നിസ്സാരമായിട്ടുള്ള വിലയുള്ള കശുവണ്ടി കർഷകർക്ക് നിസ്സാര വിലയെ കിട്ടുന്നുള്ളൂ. അത് വിദേശത്തെത്തുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വില ഇടുക അവർ. അത് വാങ്ങിക്കാൻ ആളുമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ വാർത്തകൾ.
ചുമ്മാ അങ്ങോട്ട് നേരെ പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടുകയല്ല. അവർ പറയാതെ ശരിയല്ലെന്ന്, അല്ല നേരല്ലെന്ന് പറയും. അപ്പോൾ അതിനെ ഒന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരല്പം ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ചിലവാകും. അതിൻ്റെ അകത്ത് വലിയ കഴമ്പൊന്നും വേണമെന്നില്ല. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാജ വാർത്ത തന്നെയാണ്. ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് എന്നാണ് കർത്താവായ ദൈവം പറയുന്നത്. അത് തെറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ എടുക്കുക. പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒക്കെ കുറേയൊക്കെ ഗവൺമെൻറ് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ അല്ലെ സമൂഹ മാധ്യമങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. ഏത് സമയത്തും ആർക്കും എപ്പോഴും ആരെക്കുറിച്ചും എന്തും എഴുതാം. അത് ആരാ എഴുതിയതെന്ന് പോലും പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് പോകും. ഉദാഹരണമായിട്ട് ഫേസ്ബുക്കിൽ നമ്മൾ എന്തെല്ലാം കാണുന്നു, ഒരുപാട് വ്യാജ വാർത്തകൾ. വാട്സാപ്പിൽ നിമിഷം കൊണ്ട് വാർത്തകൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ലോകത്തിലെ ഏത് ഭാഗത്തായാലും എത്തിക്കാനായിട്ട് വാട്സാപ്പിന് കഴിയും, ഫേസ്ബുക്കിനും കഴിയും. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗം, നമ്മുടെ കമ്പ്യൂട്ടർ യുഗം, ഇൻ്റർനെറ്റ്, ഇതെല്ലാം മൂലം പെട്ടെന്നാണ് ഇതെല്ലാം പരക്കുക. മൊബൈലിൽ ഈ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി, ഡേറ്റ കിട്ടുന്നതോടുകൂടി എവിടെയായിരുന്നാലും നമ്മുടെ പോക്കറ്റിൽ സാധനം എത്തിക്കഴിയും. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒരു ചടങ്ങിന് പോയി, ആ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ചടങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ കുറേ ഓഡിയോ ക്ലിപ്പോ ഏതാനും പടങ്ങളൊക്കെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടാകും. അത്ര ഫാസ്റ്റാണത്. ഞാൻ ഓർക്കുന്നത്, ഞാൻ റോമിൽ പഠിച്ചിരുന്നപ്പോൾ 8 കൊല്ലം അവിടെ പഠിച്ചു. ഈ 8 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് ഒരിക്കൽ പോലും ഇന്ത്യയിലേക്ക് ഫോൺ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഇന്ത്യയിലേക്ക് ഫോൺ കണക്ഷൻ ഇല്ല. അതാണ് കാരണം. കണക്ഷനുണ്ട്, പക്ഷേ ചിലപ്പോൾ 2 ദിവസമൊക്കെ കാത്തിരിക്കണം. ട്രങ്ക് ബുക്ക് ചെയ്യാമെന്ന് പറയും. നിങ്ങൾ അത്ഭുതം വിചാരിക്കും. ഞാൻ അവസാനം പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ വരുന്നുവെന്ന് അറിയിക്കാൻ ടെലഗ്രാം ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് ടെലഗ്രാം ഇല്ലാതെല്ലാം നിർത്തിക്കളഞ്ഞു. ഞാനിവിടെ വന്ന അന്നാണ് ആ ടെലഗ്രാം കിട്ടിയത്. ആലോചിച്ച് നോക്കുക, അന്നത്തെയും ഇന്നത്തെയും ഈ കമ്മ്യൂണിക്കേഷനിലുള്ള വ്യത്യാസം. ഒരുപാട് വ്യത്യാസം. ഇന്നിപ്പോൾ എല്ലാവരുടെയും പോക്കറ്റിൽ ഈ ഫോണുള്ളത് കൊണ്ട് ഏത് നിമിഷവും എവിടെ നടക്കുന്ന ഏത് വിവരവും ഇൻസ്റ്റൻറ്റ് അന്നേരം തന്നെ അറിയാൻ കഴിയും. അപ്പോഴീ വ്യാജ വാർത്ത ഇങ്ങനെ അങ്ങോട്ട് പരന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? നമുക്കിതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പത്രങ്ങളാണ് ഒരുപക്ഷെ എല്ലാം തിരിച്ചു വിളിക്കാം. TV ആണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ക്ഷമായാചനമൊക്കെ നടത്തി TV പിന്നെ കാണിക്കാതിരിക്കാം. എങ്കിലും അവരുടെ ആർക്കൈവ്സിലുണ്ടാകും. അത് പ്രശ്നമല്ല. നേരെ മറിച്ച് സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ വാർത്ത വന്നാൽ യാതൊരു കാരണവശാലും അതിനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. വാട്സാപ്പൊക്കെ പറയും 5 മിനിറ്റുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിക്കാമെന്നൊക്കെ പറഞ്ഞാലും ആ തിരിച്ചു വിളിക്കുന്ന സമയം കൊണ്ട് തന്നെ അനേക ലക്ഷം പേരിലേക്ക് ആ വാർത്ത പോയി കഴിഞ്ഞിരിക്കും. പിന്നെ അത് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. നമ്മുടെ വായിൽ നിന്ന് പോയ വാക്ക്, കയ്യിൽ നിന്ന് പോയ കല്ല്, ഇത് രണ്ടും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. കല്ല് തിരിച്ചെടുക്കാം, പക്ഷേ അപ്പോഴത്തേക്കും കൊള്ളേണ്ടത് കൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് തന്നെയാണ് വാക്കിൻ്റെ കാര്യവും വാർത്തയുടെ കാര്യവും. എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളെ ഈ വ്യാജ വാർത്ത നശിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ പല വ്യക്തികളുടെ ചരിത്രം കേട്ടു. ഒന്നാന്തരം ജോലി, കുടുംബം, സ്വത്ത്, അതിലെല്ലാം ഉപരി ആ വ്യക്തിയുടെ സൽപ്പേര്, ഇതെല്ലാം പോയി. മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മളുടെ വ്യക്തിപരമായ സംസാരം പോലും, അല്ലെ നമ്മളൊരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നു, നമ്മൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതൊരു വ്യക്തിയെക്കുറിച്ചോ ഒരു സ്ഥാപനത്തെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ആണെങ്കിൽ അതിലുൾപ്പെടുന്നവരുടെ സൽപ്പേര് നഷ്ടപ്പെട്ടിരിക്കും. ആ സൽപ്പേര്, പോയ സൽപ്പേര് പിന്നെ ആര് തിരിച്ചു കൊടുക്കും? വാസ്തവത്തിലത് കൊലയല്ലേ? നീ കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിന് വിരുദ്ധമല്ലേ അത്? ശരിയാണ്, ശാരീരികമായി അവനെ കൊല്ലുന്നില്ല, പക്ഷേ കൊല്ലാൻ പ്രാപ്തമാണത്. ഒരാളെക്കുറിച്ചൊരു വ്യാജ വാർത്ത പറഞ്ഞാൽ
ചിലപ്പോൾ അയാൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും മടിക്കും, തോന്നുകയില്ല. ഇടവകയിൽ നിന്നൊക്കെ പരാതിയുമായിട്ട് ചിലർ വന്ന് പറയും, എന്നെക്കുറിച്ച് പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഞാനത് കഴിഞ്ഞ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? പിന്നെ ഒരു വിശപ്പില്ല, എൻ്റെ എല്ലാം പോയി, മറ്റുള്ളവരെന്നെ കള്ളനാക്കുന്നു, കള്ളിയാക്കുന്നു, ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? തീർച്ചയായിട്ടും അത് മരണത്തിലേക്ക് കൊണ്ടുപോയെന്ന് വരാം. അതുകൊണ്ട് ഈ വ്യാജ വാർത്ത വാസ്തവത്തിൽ ഒരുതരം കൊലക്കുറ്റം തന്നെയാണ്. കൊലപാതകം നടത്തിന് തുല്യമാണത്. നമ്മളൊരു പക്ഷേ കത്തി കൊണ്ടോ ഒന്നും കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ, ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഒരു വാക്ക്, നമ്മൾ അയക്കുന്ന ഒരു സന്ദേശം, നമ്മൾ പറയുന്ന ഒരു പ്രസംഗമൊക്കെ ഈ വ്യാജ വാർത്തകൾ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ തരത്തിലുള്ള ഒരു ശാരീരികമല്ലാത്ത കൊലപാതകത്തിന് ഉത്തരം കൊടുക്കേണ്ട വിഷയങ്ങളാകും. ദൈവത്തിൻ്റെ പ്രമാണം കൊല്ലരുതെന്നുണ്ട്, കള്ളസാക്ഷ്യം പറയരുതെന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ബാധകമാകുന്നില്ല. സത്യം എന്ന് പറയുന്നത് പീലാത്തോസിനെ പോലെ ചോദിക്കും നമ്മൾ, എന്താ സത്യം? സത്യം എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. എനിക്കിഷ്ടമുള്ളത് സത്യം, ഞാൻ പറയുന്നത് സത്യം. അത്തരത്തിലുള്ള വളരെ ആപേക്ഷികമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയോ എന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതങ്ങനെയല്ല എന്ന് ഏത് പുരപ്പുറത്ത് കയറി വിളിച്ചു പറഞ്ഞാലും ചാനലുകളും സമൂഹ മാധ്യമങ്ങളും അതങ്ങനെയാണ് എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ സ്വരത്തിന് വിലയില്ലാതാകുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മാർഗമൊന്നുമില്ല. ഒരു പരിധിവരെ ഇത് മനുഷ്യനെ നിരാശയിലേക്കും അക്രമത്തിലേക്കൊക്കെ നയിച്ചെന്ന് വരാം. എനിക്കിപ്പോൾ എന്നാ, എൻ്റെ എല്ലാം പോയി, സൽപ്പേരും പോയി, ഇനിയിപ്പോൾ എനിക്കെന്നാ എന്ന് വിചാരിച്ച് ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് പോകും. ചിലരാവട്ടെ പ്രതികാരം ചെയ്യും, എന്ത് കുറ്റകൃത്യം ചെയ്യും അവർ. പിന്നെ ചുരുക്കത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹത്തിൽ ഈ വ്യാജ വാർത്തകൾ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ തന്നെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് സത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ, സത്യം മാത്രം പറയാൻ, സത്യമല്ലാത്തതിനെ കേൾക്കാതിരിക്കാൻ ഒക്കെയുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതിലുപരി സത്യത്തെ തിരിച്ചറിയാൻ കഴിയണം അസത്യത്തിൽ നിന്ന്. നമുക്കൊരല്പം വിവേചനാബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ കഴിയുക. സർപ്പങ്ങളെപ്പോലെ വിവേകികളാണ് നമ്മൾ. പ്രാവുകളെപ്പോലെയുള്ള നിഷ്കളങ്കത മാത്രം പോരാ. ഈ വിവേകമില്ലെങ്കിൽ നമ്മളെല്ലാം കേൾക്കുന്നത്, കാണുന്നത് പെട്ടെന്ന് വിശ്വസിക്കും. ഇന്ന് വാർത്തകളെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പലതരത്തിൽ ഒരാൾ പറഞ്ഞത് തന്നെ അതിൻ്റെ മുഴുവൻ ഭാഗവും കാണിക്കാതെ ചെറിയൊരു ഭാഗം കാണിച്ചിട്ട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള നല്ലൊരു തലക്കെട്ടും ഒരു വ്യാഖ്യാനവും കൂടി കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയെ പിന്നെ നശിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട, ഒന്നാന്തരം ഒരു ബോംബ് പോലെയായിത്തീരും അത്. അതുകൊണ്ടാണ് കർത്താവായ ദൈവം പറയുന്നത്, നിങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കുകയും അരുത്. കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. പലപ്പോഴും നമുക്ക് ഈ ഒരു വലിയ പ്രലോഭനം ഉണ്ടാകും. ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ കുറ്റക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റവനെ വ്യാജ വാർത്ത കൊണ്ട് കീഴടക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ വാർത്ത, ഒരു വ്യാജ വാർത്ത പടച്ചു വിട്ടാൽ സ്വാഭാവികമായിട്ടും ഈ കുറ്റക്കാരനത് അനുകൂലമായി വന്നെന്ന് വരാം. അങ്ങനെ അവനെ രക്ഷിക്കാം. ഇവിടെ പറയുന്നത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നത്, നീ പക്ഷേ അനീതിക്കെതിരെ കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. എതിരെ കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. കോടതിയിൽ നീതിക്ക് വേണ്ടി മാത്രമേ നീ നിൽക്കാവൂ. പലപ്പോഴും ഇവിടെയും സംഭവിക്കും, നമ്മൾ നീതിക്ക് വേണ്ടി നിന്നാൽ പോലും വ്യാജ വാർത്തകൾ നേരെ തിരിച്ച് വാർത്ത കൊടുക്കും. പക്ഷെ നമ്മൾ അധൈര്യപ്പെടരുത്. ഞാനിന്ന് ഈ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു പത്രപ്രവർത്തകന്, ശ്രീവാൾ എന്ന് പറയുന്നൊരു പത്രപ്രവർത്തകന് കൊടുത്ത അഭിമുഖം പുസ്തകമായി വന്ന ഒന്നുണ്ട്. അത് ലോകത്തിൻ്റെ ഭൂമിയുടെ ഉപ്പ് എന്നാണ് അതിൻ്റെ പേര്.
അതുപോലെ ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്ന മറ്റൊരു വാല്യൂമുണ്ട്. ഈ പത്രപ്രവർത്തനോടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്തേ നിൽക്കുകയുള്ളായിരുന്നു. ആരുടെയും മുഖമൊന്നും നോക്കുകയില്ല. വളരെ കർക്കശമായിട്ട് തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. തനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, സത്യത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അത് ദരിദ്രനാണെങ്കിലും കുഴപ്പമില്ല. ദരിദ്രന് വേണ്ടിയാണെങ്കിലും കള്ളസാക്ഷ്യം പറഞ്ഞാൽ കള്ളസാക്ഷ്യം തന്നെയാണ്, അത് വ്യാജ വാർത്ത തന്നെയാണ്. ഞാൻ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി മോഷ്ടിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണത്. പാവപ്പെട്ടവനെ സഹായിക്കാനാണെങ്കിലും കള്ളവാർത്ത, വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ പാടില്ല. അതായത് അധർമ്മമായ, അധാർമികമായ മാർഗത്തിലൂടെ നന്മ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കരുത്. ലക്ഷ്യമെന്നതുപോലെ മാർഗവും എപ്പോഴും നല്ലത് തന്നെയായിരിക്കണം. അപ്പോൾ ഈ വ്യാജ വാർത്ത എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ മാർഗമാണത്, തെറ്റായ മാർഗമാണത്, കള്ളസാക്ഷ്യമാണത്. അത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള ഒരു തിന്മയായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. ഇന്നത്തെ യുവജനങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കാള പെറ്റു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കയറെടുക്കുന്നു എന്ന്. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ തന്നെ നമ്മൾ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് അതേക്കുറിച്ച് പ്രതികരിക്കുകയാണ്. അങ്ങനെയല്ല. ഏതൊരു കാര്യത്തിൻ്റെയും ഉറവിടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുക. ഇതെന്തുകൊണ്ട് വരുന്നു, ആര് പറഞ്ഞു, എവിടുന്ന് വരുന്നു, ഇതിൻ്റെ ഉദ്ദേശം എന്ത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അങ്ങനെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും പിന്നീട് നമ്മൾ അതേക്കുറിച്ച് മറ്റാരോടെങ്കിലും പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ ഏഷണി പറയുന്നത് ഒരുപാട് പേരങ്ങനെയുണ്ട്. തനിക്കിഷ്ടമില്ലാത്തവരെ തകർക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ഏഷണി, അത് വ്യാജ വാർത്തയാണ്. നമ്മുടെ ഏഷണിയും കുശുമ്പും കുന്നായ്മയും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇതെല്ലാം ഈ വ്യാജ വാർത്തയുടെ ഗണത്തിൽപ്പെടുന്നു തന്നെയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, വ്യാജ വാർത്ത പ്രചരിപ്പിക്കാതിരിക്കാം. അത് കൊലപാതകം പോലെ തന്നെ ദൈവം വെറുക്കുന്ന ഒരു തിന്മയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം പറയും. അതിനകത്ത് അവസാനം പറഞ്ഞു നിർത്തുന്നത്, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നത് ദൈവം വെറുക്കുന്ന തിന്മയാണ്. വ്യാജ വാർത്ത ഭിന്നത വിതയ്ക്കും, ദൈവം വെറുക്കും അതിനെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.